ജെ ആർ ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വൃത്തികെട്ടവന്മാർ, പോക്രിത്തരം കാണിക്കുന്നവന്മാർ, എന്ന് പറഞ്ഞാൽ ഒരു സഭ ഏതെങ്കിലും ഒരു മതനേതൃത്വത്തിനെതിരെ പറഞ്ഞാൽ തെരുവ് കത്തുന്ന മട്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ ക്രൈസ്തവ സഭയ്ക്ക് അത്രത്തോളം സംയമനം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ തെരുവിൽ പ്രതിഷേധം ഉണ്ടാവാത്തത്. പറയാൻ കഴിയുന്ന പരമാവധി വൃത്തിയോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാനാർത്ഥി പി സി ജോർജ്, ശ്രീ ശ്രീ ജെ ആർ പത്മകുമാർ. വോട്ട് പോവും വോട്ട് വരുമൊക്കെ വേറെ കാര്യം, ഇങ്ങനെ അധിക്ഷേപിക്കാവോ ഈ വാക്കുകളിൽ? ഇല്ല, അദ്ദേഹം അതിനെക്കുറിച്ച് പാർട്ടിയുടെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ ഒരു പത്രം പ്രവർത്തിച്ചതിനെ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കെ സി വേണുഗോപാൽ പല സ്ഥലത്തു നിന്നുമൊക്കെ പരസ്യമൊക്കെ പിടിച്ചു കൊടുത്ത് അങ്ങനെ ഈ പത്രം ഉണ്ടല്ലോ ദീപിക, അത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രചരണ ഉപാധിയാക്കി മാറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മെത്രാന്മാർക്കോ അല്ലെങ്കിൽ സഭയ്ക്കെതിരായിട്ടുള്ള സഭയ്ക്കെതിരായിട്ടും അദ്ദേഹത്തിന് പറഞ്ഞോട്ടെ ഒരു മതത്തിന്റെ ഒരു സഭയുടെ അവർ ബഹുമാനത്തോടാണെന്ന് അവരുടെ മത നേതാക്കന്മാർ പോക്രിത്തരം കാണിക്കാന്നൊക്കെ പറയാ നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി. എന്തൊരു അവസ്ഥയാണ്! CPC 10 വോട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് പറയാനാണോ? സഭാവിശ്വാസിയായ ഒരാള് സഭാവിശ്വാസിയായിട്ടുള്ള ആളുകൾ സഭയ്ക്കെതിരായിട്ട് അവർക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊരു പാർട്ടിയുടെ നിലപാടായിട്ട് നിങ്ങൾ ചിത്രീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു സഭയോടും പ്രത്യേക വിരോധവും പ്രത്യേകിച്ച് അവരോട് പ്രത്യേക സ്നേഹവും ഇല്ല. എല്ലാവരോടും തുല്യനീതി എന്നുള്ളൊരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു സഭയും ഞങ്ങൾ എതിർക്കാൻ പോകുന്നില്ല, ഒരു സംഘടനയും കൂടുതൽ അനുകൂലിക്കാനും പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, രാജ്യത്തിൻ്റെ വികസനം, ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം, അതിനു വേണ്ടിയിട്ട് എല്ലാ ആളുകളെയും യോജിപ്പിക്കുക. അതിൽ സഭയും കൂടും, സഭയിലില്ലാത്തവരും കൂടും, എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സഭ ഞങ്ങളോട് എതിർത്ത് പ്രവർത്തിച്ചു എന്നോ അല്ലെങ്കിൽ BJP വിമർശിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത് സഭയായാലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് മാത്രമല്ല, BJPയുടെ റാങ്ക് ആൻഡ് ഫയലിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ശ്രീ FCRIയിൽ സഭകൾക്ക് ആശങ്കയുണ്ട്. ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് അവർക്ക്. ആശങ്ക പറയുമ്പോഴേക്കും വരട്ടാവോ? FCRIയിൽ ആശങ്ക വേറെ അല്ല, ആശങ്ക പറഞ്ഞാണല്ലോ വരട്ട്. ഈ പറയുന്ന വരട്ട് വരട്ടുന്നേ. അദ്ദേഹം പറഞ്ഞത് FCRIയുടെ ആശങ്ക അല്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ദീപിക പക്ഷപാതപരമായി പെരുമാറി, അതാണ് അദ്ദേഹം പറഞ്ഞത്. FCRIയുടെ പ്രശ്നം വേറെ. FCRIയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സഭയുമായി അവർക്ക് അതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. അവരുടെ ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കും, അവരെ ബോധ്യപ്പെടുത്തുമെന്നാണ്. അല്ലാതെ FCRI നടപ്പിലാക്കില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അവർക്ക് ആർക്കെങ്കിലും, നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, ഏതെങ്കിലും ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമവുമായിട്ട് അവർക്ക് എന്തെങ്കിലും സംശയമോ ആശങ്കയുണ്ടെങ്കിൽ അവരുമായി സംസാരിക്കും. അവരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ അത് നടപ്പിലാക്കൂ എന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾക്ക് അന്നും എന്നും ഉള്ളത്. അതിൽ യാതൊരു വിരോധമില്ല. അങ്ങനെ അത് തന്നെയാണ് നിലപാട്. ആരെങ്കിലും ഞങ്ങളുടെ ഏതെങ്കിലും സഭയോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസി സമൂഹമോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനയോ അങ്ങനെ ആർക്കെങ്കിലും ഒരു ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താൻ പറ്റുമോ? അല്ല, അത് ഞങ്ങൾ BJP എന്നുള്ള നിലയിലല്ല. അദ്ദേഹം ഒരു സഭവിശ്വാസം. നിങ്ങളുടെ കാൻഡിഡേറ്റ് ആയിരുന്നു, താമര ചിഹ്നത്തിൽ മത്സരിച്ച കാൻഡിഡേറ്റ്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അല്ല, ഞങ്ങളെ ബാധിക്കുന്ന BJPയുടെ നിലപാട് എന്നുള്ള നിലയിലല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തിനെതിരായി പ്രവർത്തിച്ചു, അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അത് BJPയുടെ തലയിൽ വെക്കേണ്ട കാര്യമില്ല. BJP BJPയുടെ സ്ഥാനാർത്ഥി അനുകൂലിക്കാനോ എതിർക്കാനോ പോകുന്നില്ല. ഞങ്ങളുടെ BJPയുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയല്ല, 2 സ്ഥാനാർത്ഥികളാണ്. ഈ പറഞ്ഞ 4 വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ബിഷപ്പുമാർക്ക് നേരെ വൃത്തിയോട് പറയുന്നത്. അതൊക്കെ ഇവിടെ എല്ലാവരും, നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങളേക്ക് KM ഷാജിയുടെ പ്രസംഗം എടുത്ത് നോക്കാത്തത്. KM ഷാജി എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്, ലീഗ് അധികാരത്തിൽ വരുന്നത് മന്ത്രിമാരുടെ എണ്ണം കൂട്ടാനല്ല, മന്ത്രിമാരുടെ MLA-മാരുടെ എണ്ണം കൂട്ടാനല്ല. കഴിഞ്ഞ 9-10 വർഷക്കാലമായി ഒരു മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതെല്ലാം പിടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണോ ലീഗ് UDF-ന്റെ നിലപാട്? അങ്ങനെയാണോ? ഇവിടെ നമ്മുടെ കരമനയിൽ തിരുവനന്തപുരത്തൊരു മതപുരോഹിതൻ പ്രസംഗിച്ചത് സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. 29,000-ഓളം ആളുകൾ ഞങ്ങൾ ഉണ്ട്, അത് ഞങ്ങളെല്ലാവരും ഒരാൾക്ക് വോട്ട് ചെയ്യും.
BJP പരാജയപ്പെടുത്താൻ. ഇതൊക്കെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എതിർത്ത് ആരെങ്കിലും തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടോ? UDF പറഞ്ഞിട്ടുണ്ടോ? മതവിഭാഗത്തെ ഒരു മത അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഈ സെലക്റ്റീവ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഉള്ള ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു വിമർശനമുണ്ട്. അതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രം ഒരു മതപുരോഹിതൻ ഷാജി പറഞ്ഞതിനെയോ കരമനയിലെ ഏതോ മതപുരോഹിതൻ പറഞ്ഞതിനെയും ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അവിടെ നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള സഭയെ, കേരളത്തിന്റെ ചരിത്രത്തോളം പാരമ്പര്യമുള്ള സഭയെ, അതിന്റെ നേതാക്കളെ 4 വോട്ട് തന്നില്ല, അതുകൊണ്ട് വായി തോന്നിയൊക്കെ എന്ന് പറയും, മന്ദയിൽ അധിക്ഷേപിക്കും എന്ന നിലപാട് സ്വീകരിക്കുകയാണോ അങ്ങ്? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഡൈവേർട്ട് ചെയ്യണ്ട. ഇവിടെ പല ആളുകളും ഇങ്ങനെയുള്ള പ്രസംഗിക്കുന്നുണ്ട്. ഈ KM ഷാജിയെ തിരുത്താൻ തങ്ങൾ തയ്യാറായോ? സതീശൻ തയ്യാറായോ? വേറെ ആരെങ്കിലും തയ്യാറായോ? ഒന്നുമില്ലല്ലോ. ഈ പുരോഹിതനെ എതിർത്ത് പറയാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇതൊന്നുമല്ല. അപ്പോൾ BJPക്കെതിരെ ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് വലിയ എന്തോ ന്യൂനപക്ഷത്തിനെയും അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നുള്ള രീതിയിൽ വരുത്തേണ്ടത് ചില ആളുടെ ആവശ്യമാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അറിഞ്ഞോ അറിയാതെ കുറെ മീഡിയ സുഹൃത്തുക്കളും അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4-ാം തീയതി വരെ നിങ്ങൾ കാത്തിരിക്കും. ഭാരതീയ കൊടുക്കുന്ന NDA ഇവിടെ PC ജോർജ് പറയുന്നത് പകൽ പോലെ അത് നിങ്ങൾ പറയുന്നതല്ലേ, ഈ തിരക്കഥ ഉണ്ടാക്കിയവരും പ്രചരിപ്പിച്ചവരൊക്കെ നിയമത്തിന് മുന്നിൽ വരും. പൈസ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ? സ്ഥാനാർത്ഥിയാണ്, പറയാൻ പറ്റിയ വഴിയില്ല. ശോഭ ചേച്ചിയുടെ ഏജന്റ് പൈസ കൊടുക്കുന്നത് കണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, കാറിൽ കയറുന്നത് നിങ്ങൾ കണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ശോഭാ സുരേന്ദ്രനൊപ്പം കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേനെ. അതായത് ആ വീട്ടിൽ പോയപ്പോഴേക്കും രോഗിയായ അമ്മ 5,000 രൂപ ചോദിച്ചു, അത് കൂടെയുള്ള ആൾ അറിയാതെ കൊടുത്തു, അത് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായി സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നം പറഞ്ഞു കുളമാക്കി. മറ്റേ മുല്ലപ്പൂ, നിഴല്, എന്തോ അശ്ലീലാംഗം കാണിച്ചു, എന്തൊക്കെയോ പറഞ്ഞ് കുളവാക്കല്ലേ ചെയ്ത് നടത്തി. വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം. ശരി, ഓക്കെ, അങ്ങനെ ശരി, നിങ്ങളുടെ താളത്തിനൊത്ത് നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ടല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.